ഇപ്പൊ ഞാൻ ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് അവയവങ്ങളിൽ ഒന്ന് കണ്ണായിരുന്നു. അപ്പൊ ഈ കണ്ണിന്റെ സൗന്ദര്യം അന്നത്തെ ദിവസം പോലും ഞാൻ അടിയിൽ നോക്കി ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മനസ്സില്ല മനസ്സോടെ ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു പകല് ഓപ്പറേഷൻ ആയിരുന്നു. അന്നത്തെ രാത്രി കഠിന കടോരം തന്നെ എന്ന് പറയാം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞാന് ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്ക് എന്റെ അറിവിലില്ല. ഞാൻ ഒരുപാട് ആളുകളെ കണ്ണു കാണാത്തവരെ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ജന്മന കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കും, അതല്ലെങ്കിൽ പതുക്കെ പതുക്കെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളായിരിക്കും. ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കണ്ട ഒരാള് ഒരു ദിവസം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ഇന്നല്ലാതെ ഞാൻ വേറൊരാളെ പിന്നീടും അതിനു മുമ്പും കണ്ടിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള് എന്ന നിലയ്ക്ക് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റില്ല? അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങളായിട്ട് MI ലൈഫിന്റെ കൂടെ ഉണ്ട് ഞാന്. എനിക്ക് ഈ അവസരം തന്നത് ഒരു ലീഡറല്ല, ഒരു കൂട്ടം ലീഡർമാരുണ്ട്. അപ്പോ ഞാൻ ഇതിനു മുമ്പ് 2 MLM കമ്പനികൾ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഉണ്ണികൃഷ്ണ സാറ് ഞാനും ഒരേ ബാച്ചാണ്. അപ്പോ ഉണ്ണി സാർ ഒരു ഷോപ്പൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ മൂപ്പര ഷോപ്പിലേക്ക് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പരോട് പറഞ്ഞു നിങ്ങളൊരു ഐഡിയ ഒക്കെ അടിച്ചിട്ട് പ്രൊഡക്റ്റ് തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആ സാഹചര്യത്തില് എനിക്ക് കുറച്ച് പ്രൂഫൊക്കെ ഇട്ടാന്നു. ഇമെയിൽ ID ഇടുന്ന സമയത്താണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ണി സാറ് എന്നോട് മറ്റൊരു വിഷയമാണ് പറഞ്ഞത്. വേറൊരു കമ്പനി ഉണ്ട്, നല്ല കമ്പനിയാണ്, MI ലൈഫ് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 കമ്പനികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ അത് എവിടെയിട്ടില്ല, അത് നമുക്ക് പിന്നെ ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. അതേ സമയം തന്നെ എന്റെ ആദ്യത്തെ കമ്പനിയിൽ അസോസിയേറ്റ് അംഗമായിട്ടുള്ള അബ്ദുറഹ്മാൻ സാറ് അദ്ദേഹത്തിന്റെ വരുമായിരുന്നു. എന്നോട് ഈ MI ലൈഫിന്റെ തന്നെ വിഷയം പറയുമായിരുന്നു. അതില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയത്ത് എന്നോട് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റുകളാണ്, നല്ല കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരം വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ തന്നെ പറഞ്ഞത് 2 കമ്പനി ചെയ്തിട്ടുണ്ട്, അത് എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഞാൻ എന്റെ ലീഡറുണ്ട് അശോക് ദാരാണി എന്ന് മൂപ്പര് ഇടക്കിടക്ക് പറയുന്നുണ്ട്. അപ്പൊ എനിക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പൊ ആരാണ് അതിന്റെ ലീഡർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പേരൊക്കെ കേട്ടപ്പോ ഏതോ ഒരു ഉത്തരേന്ത്യ കമ്പനിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തത്തോടു കൂടി ഇവിടെ വന്ന് നിൽക്കാവും, താമസിച്ച് ക്യാമ്പ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുമല്ലോ, അങ്ങനെ എന്തേലും ആവും എന്ന് വിചാരിച്ചു. ഇവരോട് ചോദിച്ചു, ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ പേര്, ആരാ പേര് ചോദിച്ചു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് മുഹമ്മദ് അഷ്റഫ് ധാരാണിയാണ് പറഞ്ഞു. അങ്ങനെ മൂപ്പര് കാടാമ്പുഴ സ്വദേശിയാണ്, നമ്മളെ അയ്യൂടെ ഐസാറെ കുടുംബാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ലീഡർമാര് പൊതുവെ ഇവരിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ലീഡർമാര് വന്നാൽ എങ്ങനെയും നമ്മളെ ചാക്കിലാക്കും എന്ന് എനിക്കറിയാം. അങ്ങനെ അബ്ദുറഹ്മാൻ സാറെ ഞാൻ അതിനും നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഇരിക്കുകയാണ്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തും ഒരുപാട് പഴയ ബന്ധങ്ങളൊക്കെ ഉള്ള അൻവർ സാറ്, അദ്ദേഹം ഞാനും സാമ്പത്തികമായിട്ട് ചെറിയ തിരിമറികളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു ബന്ധമുണ്ട്. പിന്നെ ഞാനൊരു ഒറ്റപ്പെട്ട സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ആശ്വാസം പോലെ എൻ്റെ അടുത്ത് വരും. കാരണം അവന് ആഴ്ചയിൽ 4 ദിവസമാണ് ബിസിനസ് ഒക്കെ ഉള്ളത്, ബാക്കി 3 ദിവസം ഫ്രീ ആണ്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ സംസാരിക്കുന്ന ഒരു ലീഡറല്ല, സുഹൃത്തായിരുന്നു അന്ന്. അപ്പൊ അത് എനിക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 20 മണിക്കൂറാണെങ്കിൽ എനിക്കൊരു 240 മണിക്കൂറുള്ള മെയിനായിരുന്നു. അത്രയും പ്രയാസം അനുഭവിച്ച ആ സമയത്ത് ഒരു ആശ്വാസമായിട്ട് വന്നിരുന്ന ആളാണ് അൻവർ. അപ്പൊ അൻവർ ഒരു ദിവസം ഇതുപോലെ എനിക്ക് വിളിച്ചു, എന്നോട് പറഞ്ഞു, നൂറ് വീട്ടിലുണ്ടോ, ഞാൻ ഒന്നാട് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഫ്രീ ആയിരുന്നു, ആളെ കിട്ടിയാൽ മതി സംസാരിക്കാലോ എന്ന് കരുതി വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. പറഞ്ഞ സമയത്ത് വന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. വരുന്നതിന് മുമ്പ് ആദ്യം ഒരു ബൈക്ക് വന്നു, അതിന്റെ പിന്നാലെ ഉണ്ട് വീണ്ടും വേറെ ഒന്ന്, അങ്ങനെ 3ഓളം ബൈക്കുകൾ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇത്രത്തോളം ആൾക്കാർ വരുന്നത്. അപ്പൊ നമ്മളെ ലൈഫിന്റെ ലീഡർമാരെ ആദ്യത്തെ ഒരു സംഘമായിരുന്നു. അതിൽ ധാരാണി സാറുണ്ട്, അയ്യൂബ് സാറുണ്ട്, അങ്ങനെ അബ്ദുറഹ്മാൻ സാറൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അയ്യൂബ് സാറിന്റെ പെർഫോമൻസ് വല്ലാതെ എന്നെ ആശ്ചര്യപ്പെടുത്തി. കാരണം ഞാൻ അയ്യൂബ് സാറിന് മുമ്പേ പരിചയമുണ്ട്. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്, ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് എന്റെ മുന്നിൽ വന്ന അയ്യൂബ് സാർ മറ്റൊരാളായിട്ടാണ്. കാരണം അദ്ദേഹം ആയുഷിന്റെ മഹത്വങ്ങളും അതുപോലെ തന്നെ കവചപ്രാവശ്യത്തിന്റെ ഗുണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. കോട്ടക്കൽ ആര്യവൈദ്യശാലക്ക് ഒരു പ്രൊഡക്റ്റിന് അതിന്റെ അംഗീകാരമാണെന്നും കവചപ്രാവശ്യത്തില് ദശമൂലത്തിലെ 10 അടക്കം 42-ലധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നും
അതുപോലെ തന്നെ ബ്രഹ്മി ബ്രഹ്മി നല്ല ഇതാണെന്നും അത് കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠന വൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള കുങ്കുമപ്പൂവ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു ഈ ടാക്സി ഒക്കെ ഓടിച്ചിരുന്ന അയ്യൂബ് സാറൊക്കെ വൈദ്യരായോ എന്നുള്ളൊരു സംശയം എനിക്കും വന്നു. എന്തായാലും ഇവരൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ 2 MLM ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ അതിന്റെ ഒരു ബലം പിടുത്തത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഉപ്പ എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഉപ്പാക്ക് ഷുഗർ ഉള്ളതൊക്കെ നമ്മളെ ധാരാണി സാർ ആദ്യം തന്നെ മനസ്സിലാക്കി തോന്നുന്നുണ്ട്. മൂപ്പര് കുറച്ച് ഹിക്മത്ത് കയ്യിലുള്ള ആളായതുകൊണ്ട് ഡയബാലൈഫിനെ കുറിച്ചാണ് അന്ന് പറഞ്ഞത്. അത് കേട്ട് നിന്നുകൊണ്ടിരുന്ന എന്റെ ഉപ്പ പെട്ടെന്ന് ആരും ഒന്നും പറയുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു, ഇന്ന് അവർ ഡയബാലൈഫിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ലീഡർമാർക്ക് ലഡു പൊട്ടി, എനിക്കും പൊട്ടി. കാരണം ഇവരിനോട് പറഞ്ഞിരുന്നത് 5000 പ്രൊഡക്റ്റ് ഫസ്റ്റിൽ എടുക്കണം എന്നൊക്കെയായിരുന്നു. 2000 ആളായല്ലോ. ആ ആശ്വാസം എനിക്കും കിട്ടി. പക്ഷെ ഞാനത് ഇവരോട് പറയുന്നും ചെയ്തില്ല. അങ്ങനെ വരെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ ഒരാഴ്ചക്ക് ശേഷം ഇങ്ങോട്ട് വിളിക്കണമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് അബ്ദുറഹ്മാൻ സാറിനെ വിളിച്ചിട്ട് ഐഡി വെച്ചു. അങ്ങനെയാണ് GTS പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഇത് ആദ്യം തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. കാരണം ഞാൻ 2 MLM ചെയ്തു. അതിലൊരൊറ്റ വിഷയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആളുകളെ കിട്ടാത്ത ഒരു സംഭവം മാത്രം. കിട്ടാത്തെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ വീട്ടിലിരുന്നിട്ട് ചെയ്യാണ്. എന്റെ ആദ്യത്തെ കമ്പനിയിൽ ഒരു 36ഓളം ആളുകളെ ഞാൻ ചേർത്തിരുന്നു. അതിൽ ഡയറക്ടർ എന്ന റാങ്കൊക്കെ അച്ചീവ് ചെയ്തിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കമ്പനിയായിരുന്നു, പ്രൊഡക്റ്റ് ആയിരുന്നു, ലീഡർമാരായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പ്രവർത്തിച്ച 2 കമ്പനിയും ഇൻകം പ്ലാനൊക്കെ ഒന്ന് മാറ്റി. അതുകൊണ്ട് തന്നെ എനിക്കോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്ലാനൊക്കെ പഠിച്ചപ്പോ നമ്മളെ പ്ലാനും മറ്റു പ്ലാനും തുലനം ചെയ്തപ്പോ അട്രാക്ഷൻ ആയിട്ടുള്ള ഇൻകം പ്ലാൻ നമ്മളത് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. ഒരിക്കൽ TC ആയ ആള് പിന്നീട് ഒരിക്കലും താഴോട്ട് വരുന്നില്ല, അങ്ങോട്ട് മേപ്പട്ടേ പോവുള്ളൂ എന്നത് ബോധ്യപ്പെട്ടു. അതിലൊക്കെ വരുമാനമൊക്കെ തരുന്നുണ്ടെങ്കിലും അതില് ഓരോ മാസവും സീറോയിലേക്ക് തന്നെ വരും. അതിന്റെ ബിസിനസ് വോളിയത്തിനനുസരിച്ച് വരുമാനമൊക്കെ തരും, പക്ഷെ അവര് സീറോയിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല. നമ്മൾ സ്റ്റെപ്പ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ തൽക്കാലം നിർത്തി. പ്രൊഡക്റ്റ് ഒക്കെ അതിൽ നിന്ന് ഇപ്പോഴും വാങ്ങി ഉപയോഗിക്കണമൊക്കെ ഉണ്ട്. എന്തായാലും ഈ അവസരത്തില് വന്നു. അപ്പൊ ലീഡർമാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം സൂചിപ്പിച്ചു. പിന്നെ ഞാന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അപ്പൊ ഞാൻ ഏതായാലും സ്കൂളിലൊക്കെ പോകാൻ നല്ല മിടുക്കനായിരുന്നു, പഠിക്കാൻ കുറച്ച് മടിയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഞാൻ എവിടെ എത്തും എന്താന്നൊക്കെ. വീട്ടുകാർക്ക് പഠിപ്പിക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഈ വെക്കേഷൻ സമയങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളവിടെ സ്കൂളൊക്കെ അന്ന് ഷിഫ്റ്റ് ആയിരുന്നു, ഉച്ചവരെയും അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷമൊക്കെ ആയിരുന്നു. അപ്പൊ സമയങ്ങളിലൊക്കെ ഉപ്പാക്ക് കമ്പനിയാണ്, അലുമിനിയം കമ്പനിയാണ്. അലുമിനിയം കമ്പനി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കുന്ന കമ്പനി. വിളക്ക് മാത്രമല്ല, അതിന്റെ മൂടിയുണ്ട്, അതുപോലെ തന്നെ പുട്ട് സെറ്റ്, അതുപോലെ കോളാമ്പി ബൗളുണ്ട്, ചോറൊക്കെ വിട്ടണേ അത്, അതുപോലെ തന്നെ ബക്കറ്റ്, കുടം, വെള്ളം കുടം, അതുപോലെ ഈ മോട്ടറിന്റെ മറ്റേ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്, അതിന്റെ ഒരു കൂടൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിൽ ഹെൽപ്പറൊക്കെ ആയി ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ പോകും. അങ്ങനെ സ്കൂൾ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ ലക്ഷണമൊത്ത ഒരു പണിക്കാരനായി മാറിയിരുന്നു. ഒരു 9-10 വർഷത്തോളം അതേ ഫീൽഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫാദറിന്റെ തന്നെയായിരുന്നു കമ്പനി. അപ്പൊ ഞങ്ങള് ശരിക്കും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശികളാണ്. അപ്പൊ അവിടെയാണ് തറവാട് വീട്. കുടുംബക്കാരും ബന്ധുക്കളൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഉമ്മാന്റെ വീട് എടപ്പാളാണ്. അപ്പൊ അവ വളാഞ്ചേരിയിലും ഇരുമ്പിളിയത്തുമായിട്ട് 2 കടകൾ വാടകയ്ക്കും, തേകപ്പുറയില് ഒന്ന് സ്വന്തമായിട്ട് ഉപ്പാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഉപ്പ നിരന്തരം ഇവിടെ വരേണ്ട കാരണം കൊണ്ട് ഇവിടെ സ്ഥലം വാങ്ങി ഇവിടെ ഒരു വീട് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങള് തിരുവാപ്പുറം പാലക്കാട് ജില്ലക്കാരൊക്കെ ആയത്. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 70 കിലോമീറ്ററോളം പോകേണ്ടത്. അങ്ങനെ എന്തായാലും ഞാന് പണിയൊക്കെ പഠിച്ചു. ഈ സ്കൂളിൽ പഠിക്കുന്നത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പണിയൊക്കെ ഏകദേശം പഠിച്ചു. വിളക്കിന്റെ മൂടിയാണ് അടിച്ചത് ഞാൻ ആദ്യം. ഇപ്പൊ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം വിളക്കിന്റെ മൂടി അടിച്ച ഒരാൾ കൂടിയാണ്. അതിനുശേഷം ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുത്തത് ഇതിന്റെ വർക്കാണ്. വിളക്കിന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ലക്ഷത്തോളം വിളക്ക് ഞാൻ അടിച്ചിട്ടുണ്ടാവും. അതാണ് സ്ഥിരമായിട്ട് ചെയ്തിരുന്നത്. ഒരു ദിവസം ഒരു 200-250 എണ്ണമൊക്കെ ഒരു ആവറേജ് സ്പീഡുള്ള പണിക്കാരെ അടിക്കും. അത് ചില ദിവസങ്ങളിലൊക്കെ 300ഒക്കെ അടിക്കാം. പക്ഷെ അത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം ലീവാക്കേണ്ട സാഹചര്യം വരും. എന്തായാലും ഒരു 9 വർഷത്തോളം ഞാൻ അത് തന്നെ ആ ഫീൽഡിൽ തന്നെയായിരുന്നു. മറ്റുള്ളതൊക്കെ അടിക്കും കേട്ടോ, മറ്റേ ബുള്ളറ്റ്, അതുപോലെ കോളാമ്പി ബൗള്, അങ്ങനെയുള്ളതൊക്കെ അടിക്കും. പക്ഷെ അത് സ്ഥിരമായിട്ടൊന്നും ചെയ്തിരുന്നില്ല എന്ന് മാത്രം. പിന്നെ അങ്ങനെ ഇരിക്കണ അതിന്റെ ഇടക്ക് ഞങ്ങള് ഈ കമ്പനി നിലനിൽക്കുന്ന
വഴിയുടെ അടുത്തു കൂടെയാണ് പുഴയിലേക്ക് പോവുക. അപ്പൊ ഈ വേനൽക്കാലൊക്കെ വരുമ്പോ പുഴയില് പാത്താവും. അപ്പൊ മണൽ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്കാല് എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണ്. കാരണം എന്താ വെച്ചാല് നല്ല പൈസ കിട്ടും ആ സമയത്ത്. പാസ് ഉണ്ടാവും, അപ്പൊ മണലെടുക്കും. അപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ലൈലന്റ് ലോറികൾ, എയർഎസിന്റെ ലോറികൾ കമ്പനിയുടെ അടുത്തൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കും. അപ്പൊ നമ്മളതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് അതും ഒന്ന് പയറ്റി നോക്കിയിട്ടുണ്ട്. അങ്ങനെ വേനൽക്കാലം കഴിഞ്ഞാൽ അതെന്താ വെച്ചാല് നമ്മൾ കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ ഒരാഴ്ച കിട്ടുന്ന പൈസ ഇവിടെ പുഴയിലാണെങ്കിൽ ഒരു 3 മണിക്കൂർ മെനക്കെട്ടാൽ ആ പൈസ കിട്ടും. അപ്പൊ പൈസ കിട്ടി കണ്ടാൽ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് പയറ്റി നോക്കി. അങ്ങനെ വേനൽക്കാലത്താണ് അത് നടക്കുള്ളൂ. ഇപ്പൊ വർഷക്കാലം വരുന്ന സമയത്ത് ഇത് എടുക്കണമല്ലോ. അപ്പൊ പുഴയിൽ വെള്ളമാവും. അപ്പൊ ഞങ്ങൾ 2-3 പേര് കൂടിയിട്ട് പൊന്നാനിയിലൊക്കെ പോയിട്ട് ഒരു തോണി സംഘടിപ്പിച്ചു. അങ്ങനെ ആ തോണിയിൽ കുറച്ചേരൊക്കെ എടുക്കും, പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ഒരു വർഷത്തോളൊക്കെ അത് നടത്തി. പിന്നെ അടുത്ത വർഷമൊക്കെ അപ്പൊ തോണി പണിക്കായി. എന്തായാലും ആ കിട്ടിയ പൈസക്ക് അതിന് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു ആശയം തോന്നിയത്, ഈ മണൽ കൊണ്ടുപോകാന് ഒരു വണ്ടി വാങ്ങിയല്ലോ എന്ന്. അങ്ങനെ ഒരു 407 പിക്കപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി അതിൽ അടിച്ചു. അത് പിന്നെ ബ്ലാക്ക് ആയിരുന്നു. ബോസും കള്ളനും ഒരു കളിയൊക്കെയാണ്. എന്തോ ആരൊക്കെ കുരുത്തം കൊണ്ട് പ്രത്യേക കേസുകളിലും ഒന്നും പെട്ടില്ല, എന്നൊക്കെ രക്ഷപ്പെട്ടു പോയി. വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല, വീട്ടുകാർക്ക് പ്രത്യേകിച്ചും താല്പര്യമില്ല. കാരണം നമ്മളെ കുടുംബത്തിലോ ബന്ധത്തിലൊന്നും അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പരിപൂർണ പരാജയം തന്നെയായിരുന്നു, യാതൊരു സംശയവും ആ കാര്യത്തില്. അത് ഇതേമാതിരി ഒന്നുകിൽ പോലീസ് പിടിക്കും, ഫൈൻ അടക്കും, അതല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും തട്ടും, അതല്ലെങ്കിൽ വണ്ടി കംപ്ലൈന്റ് ആവും. അങ്ങനെയൊക്കെ നഷ്ടത്തിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇപ്പത്തിന് ഏകദേശമൊക്കെ ഒരു കല്യാണപ്രായമൊക്കെ ആയി, വീട്ടിൽ നിന്ന് സമ്മർദ്ദങ്ങളൊക്കെ വരൽ തുടങ്ങി. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അതൊക്കെ ഒഴിവാക്കി ഒരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് ജീവിതത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഒരു ദിവസം, ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് 2006 മാർച്ച് 3-ാം തീയതി. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്റെ നാട്ടിലെ ഒരു മദ്രസ ഉണ്ട്. ഞാനതിൽ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷവും ഒരു 20 വർഷത്തോളം ഭാരവാഹിയായിരുന്നു. വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ മദ്രസ പഴയ ബിൽഡിംഗ്, ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. അത് പൊളിച്ചിട്ട് പുതിയൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അതിന്റെ പൊളിക്കല് നടക്കുന്ന ദിവസം ഞാൻ കമ്പനിയിലൊന്നും പോവാതെ ലീവാക്കി അതവിടെ പോയി രാവിലെ അത് വെക്കലായിരുന്നു. അപ്പോ കുറച്ചേരൊക്കെ താഴത്തുനിന്ന് ഒക്കെ ഇത്, അതിനുശേഷം മുകളിലൊക്കെ കയറി ഓടൊക്കെ താഴത്തേക്ക് എടുത്തു കൊടുത്ത്. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ഇന്ന് ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പൊതുപ്രവർത്തനം, ചാരിറ്റിയും കാരുണ്യ പ്രവർത്തനവും ജീവകാരുണ്യം ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തൃത്താല PW റെസ്റ്റ് ഹൗസിൽ ഒരു യോഗ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനും എന്റെ 3 സുഹൃത്തുക്കളും പോയി. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു സുഹൃത്ത് കൂടി വന്നു. അങ്ങനെ ഞങ്ങളൊരു 5:30 യോഗ ഒക്കെ അവസാനിപ്പിച്ചു. അപ്പൊ ബൈക്കുമ്പോ രണ്ടാമത് വന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചു പോവാ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റൊരെ വന്ന വണ്ടി തന്നെ തിരിച്ചയച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോകുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു പൂരം നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് പോവാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ സാധാരണ അങ്ങനെ ഇവിടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോവാറുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. തൃത്താല ആലൂര് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഈ വെടിക്കെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളാണ് പോയി. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഒരേക്കളം ഹൈറ്റില് മൺതിട്ടുണ്ട്. അതിപ്പോ കയറാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞാന്. അതിലേക്ക് കയറി ഇത് കാണാൻ വേണ്ടി. ഇതിന്റെ മുന്നിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നുള്ളതൊക്കെ ഒരു നിഗമനമാണ്. അതെന്താ വെച്ചാൽ ഈ ഗുണ്ടൊക്കെ വെക്കുമ്പോൾ അത് ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടി വലുപ്പത്തില് ഒരു കമ്പിയൊക്കെ വെക്കും. ആ കമ്പിയിൽ ഒരെണ്ണം ഇങ്ങനെ വന്ന് വിലങ്ങനെ എന്റെ കണ്ണിന് അടിച്ചു, 2 കണ്ണിനും അടിച്ചു എന്നുള്ളതാണ് ഒരു നിഗമനം. അത് പിന്നീട് കിട്ടിയ ഒരു അറിവാണ്. കാരണം അവിടെ വേറെ 2 ആൾക്ക് പരിക്കുണ്ടായിരുന്നു. ഒരാളെ നെറ്റിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് 24ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. മറ്റൊരാളെ മൂക്കിന്റെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഒരു പല്ലൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ ഗുരുതരമായി പരിക്ക് പറ്റിയത് എനിക്കാണ്. പിന്നെ ഈ തൊട്ടടുത്ത് വാഴകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ വാഴമേലൊക്കെ ഇതുപോലുള്ള കമ്പികൾ തറച്ചിരുന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോട് പിന്നീട് പറഞ്ഞിട്ടുള്ള അറിവാണ്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു നിഗമനമില്ല. കാരണം നമ്മൾ ബോധം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് തന്നെ അവിടുന്ന് ഒരു കാറൊക്കെ സംഘടിപ്പിച്ച് എടപ്പാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എടുത്തില്ല. നേരെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് 1-2 ദിവസത്തിന് ശേഷമാണ് ബോധം തെളിയുന്നത്. അപ്പൊ ബോധം തെളിയുമ്പോ ഒരു പ്രത്യേകിച്ച് എനിക്ക് അസ്വാഭാവികതയോ വേദനയോ ഒന്നും തോന്നിയില്ല. പക്ഷെ ഒരു കട്ടപ്പുകയുടെ അകത്ത് പെട്ട പോലെയാണ്. കൂരാകൂരി ഇരുട്ടായിരുന്നു. പക്ഷെ സ്ട്രക്ചറിൽ കിടക്കുമ്പോൾ ഞാൻ
അവിടുന്ന് ICUലായതുകൊണ്ട് തന്നെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ സ്വാഭാവികമായും പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കാലൊക്കെ ഒന്ന് ഇങ്ങനെ ആട്ടുമല്ലോ. അങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആട്ടുമ്പോൾ ഒരു പരിധിക്കപ്പുറം കാല് വരുന്നില്ല. അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അപ്പൊ കൈയൊന്ന് നോക്കിയപ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പൊ സംഗതി എന്താന്ന് വെച്ചാല് കാലിന്റെ തള്ളവിരൽ രണ്ടും സ്ട്രെച്ചർമേ നൂല് കൊണ്ടോ ഈരോണ്ടോ എന്തുകൊണ്ടോന്ന് അറിയില്ല കെട്ടിയിട്ടിരുന്നു. കൈയിന്റെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ കെട്ടിയിട്ടിരുന്നു. കാരണം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കൈ കൊണ്ട് മുഖത്തൊന്നും നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു 6 ദിവസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണിനാണ് പരിക്ക്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടതുള്ളത് കൊണ്ട് കോയമ്പത്തൂർ അരവിന്ദ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമായി വന്നു. പക്ഷെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുതരാൻ ഒരു മടി. കാരണം ഏതൊരു ചാകരയാണെന്ന് അവർക്കും അറിയാം. ഈ നെറ്റിയുടെ ഭാഗത്തുള്ള എല്ല് പൊട്ടിയിരുന്നു, വീണിട്ട് കൈയിന്റെ എല്ല് പൊട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് വിട്ടുതരാൻ മടി. അപ്പൊ ചെറുതായിട്ടൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അവിടുന്ന് ഡിസ്ചാർജ് തന്നത്. അതിനുശേഷം കോയമ്പത്തൂർ പോയി 6 ദിവസത്തിന് ശേഷം അങ്ങനെ അരവിന്ദ കണ്ണാശുപത്രിയിൽ പോയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, അതിനുശേഷമേ നമുക്ക് കണ്ണെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂർ തന്നെയുള്ള ഗോവ മെഡിക്കൽ സെന്ററിൽ പോയി. അന്ന് അവിടെ ഒരാളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 10,000 രൂപ കെട്ടിവെക്കണം. 20 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, 1-2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അരവിന്ദയിൽ പോയി അവിടുന്ന് കണ്ണ് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കെ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നൂറ് ഒരു കണ്ണിന് പഴുപ്പുണ്ട്, അപ്പൊ ആ കണ്ണ് എടുത്തു മാറ്റിയില്ലെങ്കിൽ മറ്റേ കണ്ണിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന 2 അവയവങ്ങളിൽ ഒന്ന് കണ്ണായിരുന്നു. അപ്പൊ ഈ കണ്ണിന്റെ സൗന്ദര്യം അന്നത്തെ ദിവസം പോലും ഞാൻ അടിയിൽ നോക്കി ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മനസ്സോടെ ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു പകല് ഓപ്പറേഷൻ ആയിരുന്നു. അന്നത്തെ രാത്രി കഠിന കടോരം തന്നെ എന്ന് പറയാം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ ഒരാൾക്ക് ഇങ്ങനെ എന്റെ അറിവിലില്ല. ഞാൻ ഒരുപാട് ആളുകളെ കണ്ണു കാണാത്തവരെ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ജന്മന കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കും, അതല്ലെങ്കിൽ പതുക്കെ പതുക്കെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളായിരിക്കും. ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കണ്ട ഒരാള് ഒരു ദിവസം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ഇന്നല്ലാതെ ഞാൻ വേറൊരാളെ പിന്നീടും അതിനു മുമ്പും കണ്ടിട്ടില്ല. എന്തായാലും ആ ഓപ്പറേഷൻ കഴിഞ്ഞ അന്നത്തെ രാത്രി വളരെ വേദനാജനകമായിരുന്നു. ഞാൻ അന്ന് നാഥനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ഇതുപോലത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും കൊടുക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ അതിനൊക്കെ റിക്കവറായി വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നതാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിലും വേദന സഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാഖിലും പലസ്തീനിലും ഒക്കെ യാതനകൾ അനുഭവിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വേദന അത്രയൊന്നും ഇല്ലാന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അങ്ങനെ എന്തായാലും അവിടുന്ന് വീണ്ടും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയി ഒരു 16 ദിവസത്തോളം കോയമ്പത്തൂർ കണ്ണാശുപത്രിയിലും ഗോവ മെഡിക്കൽ സെന്ററിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ 22 ദിവസത്തെ ആശുപത്രി ജീവിതത്തിനൊടുവിൽ ഞാൻ അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് നാട്ടിലേക്ക് എങ്ങനെയും എത്തിയാൽ മതി എന്നുള്ള ഇതിലെത്തി. കാരണം ആശുപത്രിയിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അറിയാലോ. വളരെ ആവേശത്തിലായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് പോരുമ്പോ. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഈ സംഭവങ്ങളൊന്നും എന്നെ അത്രത്തിൽ ഗൗരവത്തിൽ ആ സമയത്ത് എടുത്തിരുന്നില്ല. കാരണം ഒരു 10-25 വയസ്സ് പ്രായമാണ്. ഒരേ സമയം 10-ലധികം സുഹൃത്തുക്കൾ എനിക്ക് ഇടവും വലും ഉണ്ട്. അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. പക്ഷെ ഞാൻ അവരെ കൂട്ടത്തിലായതുകൊണ്ട് എനിക്കതിന്റെ ആ സീരിയസ്നെസ് അത്രത്തോളം ആണ്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൽ അത്ര ബ്രേക്ക് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അത് പടച്ചവന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ 2 സുഹൃത്തുക്കളെ കൂടെ അന്ന് അവിടുന്ന് പോരുമ്പോൾ വളരെ ആവേശത്തിലായിരുന്നു. കാരണം വീട്ടിൽക്കും നാട്ടിലേക്കൊക്കെ അല്ലേ വരുന്നത്. ഏകദേശം ഒരു പട്ടാമ്പിയിലേക്ക് എത്തിയപ്പോ എന്റെ മനസ്സ് മാറാൻ തുടങ്ങി. 1000 സംഭവങ്ങൾ മനസ്സിലൂടെ മിന്നിമറയാൻ തുടങ്ങി. കാരണം ഞാൻ എങ്ങോട്ടാ പോണത്, ഞാൻ നടന്ന ഓടിക്കളിച്ച സ്ഥലത്തേക്കാണ് വരുന്നത്. എന്റെ മുഖം കാണാൻ പറ്റാതെ, ഉമ്മയുടെ മുഖം കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. 2 അനിയന്മാരുണ്ട്, അവരൊക്കെ അന്ന് ചെറുതായിരുന്നു. എന്തായാലും അതിനൊന്നും സാധിക്കൂല എന്നുള്ള മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ വഴിയിൽ കൂടെ കാറ് വരില്ല, എന്തായാലും റോട്ടിൽ വണ്ടിയൊക്കെ നിർത്തി. ഇടവഴിയിലൂടെ വരുമ്പോഴും ഇത് തന്നെയായിരുന്നു. അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 12 മണിക്കും 2 മണിക്കും ഒക്കെ ഞാൻ ഒറ്റക്ക് വന്നിട്ടുള്ള ഭാഗത്തൂടെ പകല് എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വരണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ വീട്ടിലാണെങ്കിൽ എത്തിയ സമയത്ത് കുടുംബക്കാരും ഇളയമ്മമാരും അമ്മായിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ എന്റെ വരവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോ ഓഫീസ് റൂമുണ്ട്, നിസ്കാര റൂമുണ്ടല്ലോ,
അപ്പൊ അവിടെ കട്ടിലും ബെഡൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് സംഗതിയൊക്കെ മനസ്സിലായിക്കണ്. എന്താന്ന് വെച്ചാല് ഇനി വീടിന്റെ ഉള്ളിലേക്കൊക്കെ വരാനുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ. അപ്പൊ ഞാനും ആദ്യമായിട്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ എന്റെ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. സ്വന്തം വീട്, അതുവരെ കണ്ട വീട്, നമ്മളെ സ്റ്റെപ്പ് അറിയില്ല, ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ഞാന് തളരാതെ നിന്നു. കാരണം ഞാൻ തളർന്നാല് വീട്ടുകാര് അതിലും അപ്പുറമാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സർവ്വശക്തി എടുത്തിട്ട് നല്ല ധൈര്യത്തോടെ തന്നെ ഇതിനൊക്കെ നേരിടാൻ കഴിയും എന്നൊരു ഉത്തമ ബോധ്യത്തിൽ ഞാൻ അവിടെ പോയി. എന്തായാലും അന്നത്തെ ഒരുപാട് വൈകി, വീട്ടിലേക്കുള്ള സന്ദർശകരും ഒക്കെ ആയിട്ട് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞു പോയതും ഞാൻ അറിഞ്ഞില്ല. ഇതുപോലെ ദിവസേന എന്റെ സുഹൃത്തുക്കൾ വരും. എനിക്കാണെങ്കിൽ ആദ്യം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 7 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ 7:45 വരെ പത്രം വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 15 മിനിറ്റ് മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി പോകുന്നതിന്റെ മുമ്പ് ചെയ്യാന്. അത്രയും പത്രം വായിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അതൊക്കെ നിന്നു പോയപ്പോ, എന്നാലും ഒരു 3 മാസത്തോളം എന്റെ സുഹൃത്തുക്കളിൽ പലരും വന്നിട്ട് എനിക്ക് ദിവസേന പത്രം വായിച്ചു തരാനും എന്റെ എല്ലാ കാര്യങ്ങൾക്കും അവരാണ് എനിക്ക് കരുത്തും ശക്തിയൊക്കെ നൽകിയത്. ഈ അവസരത്തിൽ അവർക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഗതിയാണ്. കാരണം അതിനുശേഷം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകള് ഒഴിഞ്ഞു പോകല് തുടങ്ങി. ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞാല് അവർക്കൊക്കെ അവരുടേതായ ചുറ്റുപാടും കാര്യങ്ങളുണ്ട്. അവര് സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്കൊക്കെ പോയി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. കുടുംബക്കാരൊക്കെ അങ്ങനെ പോയി. അവസാനം ഞാന് ഉപ്പ കമ്പനി പോവും, 2 അനിയന്മാർ, ഒരാൾ ജ്വല്ലറിയിലായിരുന്നു, അവന് ജ്വല്ലറിക്കും പോവും, ചെറിയ അനിയൻ സ്കൂളിലും പോവും. പിന്നെ ഉമ്മ അടുക്കളേക്കും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു, വേറൊരാളും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് 24 മണിക്കൂർ ഉള്ളതൊക്കെ ഒരു 240 മണിക്കൂറിന്റെ മേലെയായിരുന്നു. നിസ്കരിക്കാൻ ഓരോ വക്തിനും ഞാൻ അരമണിക്കൂർ സമയം എടുത്തിട്ടൊക്കെ ചെലവഴിച്ചു. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ഇരുന്നിട്ട് ഊരുടെ ഉപ്പാട് ഇളകാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ ആകെ അസ്വസ്ഥനാവാൻ തുടങ്ങി. കാരണം ഒന്നും ചെയ്യാൻ പാകില്ല. അത്യാവശ്യം ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. 25-26 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഒന്ന് പുറത്തിറങ്ങാനോ, പുറത്തൊക്കെ പലയിടത്തും ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരിലേക്ക് എത്തിയാലല്ലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു വേള ചിന്തിച്ചു, 25 വയസ്സ്, ഇനി 50 വയസ്സ് വരെ ആയുസുണ്ടെങ്കിൽ തന്നെ 25 കൊല്ലം ജീവിക്കണം. അപ്പൊ എന്ത് വേണം എന്ന് മനസ്സ് അസ്വസ്ഥമായി. ഒരു സമയം ഞാൻ ആദ്യമായിട്ട് പറയാണ്, ഞാൻ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു പോയി. പക്ഷെ എന്റെ വിശ്വാസം എന്നെ അതിനെ അനുവദിച്ചില്ല. കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്, ആത്മഹത്യ പാപമാണ്, ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പഠിച്ചുകൊണ്ട് ഞാൻ തന്നെ അതിൽ നിന്നൊരു മോചനം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു നോക്കിയ സെറ്റ് സംഘടിപ്പിച്ചു. എന്റെ സുഹൃത്തുക്കളിൽ അവരെ നേരിട്ടില്ലേ കാണാൻ പറ്റാത്തുള്ളൂ, വിളിക്കാലോ എന്ന് കരുതി 10 പേരെ നമ്പർ കാണാതെ പഠിച്ചു. ഞാൻ തന്നെ അവർക്ക് ഓരോരുത്തർക്കും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ വിളിക്കുമ്പോ ആദ്യമൊക്കെ അവർക്കും ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, എനിക്കേ പണിയില്ലാത്തുള്ളൂ, അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചില ആളുകൾ കുറച്ചേരൊക്കെ സംസാരിക്കും, തിരക്കിലാണ്, പിന്നെ വിളിക്കാൻ പറയും. ചിലര് ഫോൺ എടുക്കാതായി. അപ്പൊ എനിക്ക് തന്നെ തോന്നി അവർക്കിത് ഞാനൊരു ശല്യമായി മാറുന്നുണ്ടോന്ന്. അപ്പൊ ഒരു കാര്യമില്ലാതെ വിളിക്കുമ്പോൾ അത് അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നീട് എനിക്ക് തോന്നി, ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഒരു കുറിയൊക്കെ വെച്ചപ്പോ ഒരു പരിചയം, ചെറിയൊരു പരിചയം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അവന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചു കാലം ഗൾഫിലൊക്കെ നിന്നിട്ട് നാട്ടിൽ വന്ന് ഇവിടെ സെറ്റാ വെച്ചിട്ട് നിന്നിരുന്നു. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അവനും ഞാനും കൂടി ചെറിയൊരു കൂടി, വെറുതെ ഒരു രസത്തിന് മാത്രമല്ല, ഈ ആളുകൾക്ക് വിളിക്കാനും ഈ കുറി പൈസ തരാൻ കുറച്ച് മടി ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് നിരന്തരം വിളിക്കാലോ. അപ്പൊ ആ ഉദ്ദേശത്തിലൊക്കെയാണ് തുടങ്ങിയത്. ഒരു 25,000 കുറി തുടങ്ങാൻ ഉദ്ദേശിച്ചു. അത് ആളുകൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു. ഒരു 35,000 കുറിയായി. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും വലുതായി. അങ്ങനെ അത് ആ വർഷം നടത്തി. പകുതി മൂപ്പവനും പകുതി ഞാനും എടുത്ത് ആ കുറി പിന്നീട് അത് 18 വർഷത്തോളം കണ്ടിന്യൂ ആയി തുടങ്ങി. ആദ്യം 25,000 ഉള്ളത് പിന്നീട്ട് പിറ്റത്തെ വർഷം 50,000 ആക്കി, 1,00,000 ആക്കി, 1.5 ആക്കി, 2 ആക്കി. അത് കോവിഡ് പാൻഡമിക് സിറ്റുവേഷന്റെ തൊട്ട് മുമ്പ് വരെ 3.5 ലക്ഷം രൂപയുടെ കുറിയാക്കി ഞാൻ അതിനെ മാറ്റി. 1-2 പ്രാവശ്യം ആ സുഹൃത്തുണ്ടായിരുന്നുള്ളൂ. അവന് വേറൊരു കച്ചവടമൊക്കെ തുടങ്ങി. അവൻ പോയപ്പോ പിന്നെ ഞാൻ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി ഒറ്റയ്ക്ക് നടത്താം എന്നുള്ള. അങ്ങനെ ഞാന് അങ്ങനെ 3.5 ലക്ഷത്തിന്റെ കുറിയൊക്കെ നടത്തി. 2020 നവംബർ 9-ാം തീയതി ഒരു വീടൊക്കെ വെച്ച് അതിന്റെ വീടിരിക്കലും കാര്യങ്ങളൊക്കെ നടത്തി. അതിനിടയ്ക്ക് 2007 അഥവാ എനിക്ക് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അസീനയാണ്, എടയൂരാണ് അവരുടെ വീട്, മലപ്പുറം ജില്ലയിൽ. അപ്പോ
അവര് 4 പെൺകുട്ടികളാണ്. അതിൽ രണ്ടാമത്തെ ആളെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടതാണ്. നമുക്ക് പിന്നെ കാണേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും പോയി ആദ്യം ഒരു 3 4 കണ്ടു. അത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയി കണ്ട് ഒന്നാണ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ 2007 ആഗസ്റ്റ് മാസം 12-ാം തീയതി ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. മൂത്ത ആള് +1 പഠിക്കുന്നു, മുഹമ്മദ് ആര്. രണ്ടാമത്തെ ആൾ 2ാം ക്ലാസ് പഠിക്കുന്നു, മുഹമ്മദ് നിഹാദ്. മൂന്നാമത്തെ പെൺകുട്ടിയാണ് ആയിഷ ലൈബ. അങ്ങനെ എന്റെ എക്സ്പീരിയൻസ് നീണ്ടു പോകേണ്ടി വന്നല്ലേ. ബിസിനസ് പറയാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ആദ്യത്തെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടിയിട്ട് എക്സ്പീരിയൻസ് പറയുന്നത്. എന്തായാലും അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2020 ഈ പറഞ്ഞ പോലെ വീടിരിക്കലിനുമായി ബന്ധപ്പെട്ട് ഞാന് എനിക്ക് കാഴ്ചയുള്ള സമയത്ത് അവസാനം കണ്ട ഒരാളുണ്ട്. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഒക്കെയാണ്. അദ്ദേഹത്തിന് ഈ വീടിരിക്കൽ പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്റെ നമ്പർ വീണ്ടും കിട്ടി. അങ്ങനെ മൂപ്പരിനോട് വിളിച്ചിട്ട് പറഞ്ഞു, കമ്പനി ഉണ്ട്, മോദികേർ എന്നാണ് അതിന്റെ പേര്, അതിലൊന്ന് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത് ചെയ്തത്. ചെയ്യുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായതുകൊണ്ട് മോർണിംഗ് മീറ്റിലും സൂമിലും ഒക്കെ കയറി ഞാൻ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന്റെ ഡയറക്ടറായി. അതില് അന്നുണ്ടായിരുന്ന എന്റെ അസോസിയേറ്റ് അംഗങ്ങളായിട്ടുള്ള അബ്ദുറഹ്മാൻ സാറും അൻമോൾ സാറൊക്കെയാണ് ഇപ്പൊ എന്റെ ലീഡർമാരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോ ബിസിനസ്സിൽ നമ്മളെ MI ലൈഫ് ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് ഒന്നില്ല അൻവർ സാറ് പറഞ്ഞ മാതിരി പെട്ടു എന്ന് പറയാൻ പറ്റൂല. കാരണം വരുന്നതിന്റെ മുമ്പേ ഈ ലീഡർമാര് വരുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടതായിരുന്നു. കാരണം 5-6 ലീഡർമാര് നമ്മളെ വീട്ടിലാണ്. ഞാൻ അതിലൊന്നേ കണ്ടു, ഇവരെ കൂടെ എനിക്കിത് ഇവിടെ ഒത്തിറങ്ങാൻ പറ്റല്ലേ. ഞാൻ ആഴ്ചയിൽ 1-2 ദിവസമാണ് ഞാനത് പോസിറ്റീവായിട്ടാണ് കണ്ടത്. പക്ഷെ അവരോട് നേരെ പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ അന്നും നടക്കുന്നുണ്ട്. ടീം വർക്ക് ഉഷാറായി നടക്കുന്ന മീറ്റിംഗ് ഞങ്ങൾക്ക് A to Z കാര്യങ്ങളും ധാരാളം തന്നെയാണ് കിട്ടി. ആഴ്ച ദിവസം ലീഡേഴ്സും പുറത്ത് നല്ലൊരു വർക്കിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവേറ പ്രസിഡൻസി ടീം. പിന്നെ മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാന് ഒരേ സമയം 100ഓളം മുയലുകളെ വളർത്തിയിരുന്നു. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ച സമയത്ത് ഞാന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണല്ലോ. അങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് ഇപ്പം ഒരു ആടിനെ മേടിച്ചാലോ എന്ന് ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അയൽവാസികളൊക്കെ അത് ഇടക്കിടക്ക് കരയും. അപ്പോഴാണ് എനിക്ക് ഒരു ആശയം തോന്നുന്നത്, മുണ്ടാത്ത ജീവിയാണല്ലോ മുയല്, അതിനെ വളർത്താണ്. അങ്ങനെ ഞാൻ ഒരേ സമയം 100ഓളം മുയലുകളെ വളർത്തി. ആ മുയലുകളെ വളർത്തുന്നതിലും ബുദ്ധിമുട്ടാണ് 100 അസോസിയേറ്റ് അംഗങ്ങളെ മേക്കല് എന്ന് ഇതിന്ന് മനസ്സിലാക്കാട്ടോ. അതൊരു പാടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും എന്റെ അസോസിയേറ്റ് അംഗങ്ങൾ എന്നെ ഞാനാക്കിയ എന്റെ അസോസിയേറ്റ് അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ എല്ലാവരും പേരെടുത്തിട്ട് പറയണില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം, ആരോഗ്യം, സമ്പത്ത്, സ്വാതന്ത്ര്യം. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുപ്രായത്തിൽ നല്ല ആരോഗ്യം, ഇഷ്ടം പോലെ സമയമൊക്കെ ഉണ്ട്. പക്ഷെ അന്നില്ലാതിരുന്ന സമ്പത്താണ്. പിന്നീട് ഒരു 2ാം ഘട്ടം ഉണ്ട് അല്ലെ, മധ്യവയസ്കർ യുവത്വ കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വരുമാനം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ അന്നില്ലാത്തത് സമയമാണ്. 3ാമത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റേ സമ്പത്ത് അതുവരെ ജോലി ചെയ്തുകൊണ്ട് ഇപ്പൊ ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് വാർദ്ധക്യകാലത്ത് ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് സമയം ഉണ്ടാവും. പക്ഷെ അപ്പൊ ഇല്ലാത്തത് ആരോഗ്യമാണ്. ഇത് 3ഉം കിട്ടുന്ന ഒരു മേഖല വേറെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ആളുകളെ പ്രവൃത്തി മണിക്കൂറാണ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി കൂടി നമ്മുടേതായി മാറും. അതും നല്ലൊരു ഇതായി മാറി. പിന്നെ നെറ്റ്വർക്കും ഡയറക്ട് സെല്ലിങ്ങും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് എന്ത് മെച്ചമുണ്ട്, അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ആണ് ലാഭകരം എന്ന് എനിക്ക് തോന്നി. അല്ലെ, നമ്മള് ഒരു പ്രൊഡക്റ്റ് MRP പ്രൈസ് കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു പേസ്റ്റ് ആണെങ്കിൽ 100 രൂപ കൊടുത്ത് വാങ്ങുന്നത് നമുക്ക് യാതൊരുവിധ പ്രോഫിറ്റും കിട്ടുന്നില്ല. അപ്പോ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ചെലവും ലാഭവിഹിതം അടക്കം 40%. ബാക്കി കൊള്ളൊക്കെ ആരാണ്? ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, CFന്റെ ഏജന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറും ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലറുടെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് മേടിക്കുന്നത് അല്ലെ. ആ ഇടനിലക്കാർ കൊണ്ടുപോകും 60%. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് പരസ്യക്കാര്. ആരാണ് പരസ്യക്കാര്? സമൂഹത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളാണ്, അവരും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് കസ്റ്റമർ ആയിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ അതിന് നേരെ വിപരീതമാണ്. അജഗജാന്തര വ്യത്യാസമുണ്ട് ഡയറക്ട് സെല്ലിങ്ങില്. മറ്റേ ഇതുപോലെ തന്നെ ഒരു കമ്പനി ഉണ്ടായിരിക്കും, ആ കമ്പനിയിൽ 40% തന്നെയാണ് ഉൽപാദന ചെലവ് ലാഭവിഹിതം വരുന്നത്. ബാക്കി വരുന്ന 60% നമ്മളെ പോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് തിരികെ തരികയാണല്ലോ.
അപ്പോ അതിന്റെ ഒരു വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കി ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഉത്ഭവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിലും എനിക്ക് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം തോന്നി. കാരണം 1940 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ജന്മമെടുത്ത ഒരു കൺസെപ്റ്റാണ് ഡയറക്ട് സെല്ലിങ്. അത് രണ്ടാം ലോക യുദ്ധാനന്തരം ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും കുറെ ആൾ അംഗവിഹീനരാക്കപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരെ ഭാര്യമാര് വിധവകളും മക്കൾ അതൊരു ആശ്രയരഹിതരൊക്കെ ആയ സമയത്ത് അവർക്ക് ഒരു വരുമാനം എത്തിക്കുക, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അംഗവിഹീനരായ ആളുകൾക്ക് ഒരു വരുമാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ തുടങ്ങിയ ഒരു കൺസെപ്റ്റാണ് അല്ലേ. അപ്പൊ അതും എനിക്ക് ഒരു ആകർഷണമായിട്ട് തോന്നി. എന്തായാലും അവിടുത്തെ ട്രഡീഷണൽ രംഗത്തെ അധികായകന്മാരായിട്ടുള്ള ആളുകൾ അതിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അതിന് കാരണം എന്താണ്? അവരെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒന്നും നടക്കാതെ വന്ന സാഹചര്യത്തിൽ അവർ അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോർട്ടിൽ കേസിന് പോയി 37 വർഷത്തെ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് അമേരിക്കയിൽ ഇതിന് പ്രവർത്തനാനുമതി കിട്ടുന്നത്. 1977 ഇന്ത്യയിലേക്ക് വരാൻ വീണ്ടും 10-20 വർഷത്തിന്റെ അടുത്ത് സമയമെടുത്തു. 90-96 കൂടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ ഒരുപാട് ഉഡായിപ്പ് കമ്പനികളും മോനീച്ചൻ മാതൃകയിലുള്ള കമ്പനികളൊക്കെ വന്ന് നമ്മുടെ മലയാള മണ്ണിനെയൊക്കെ മലീനസപ്പെടുത്തി. എന്തായാലും കേരള ഗവൺമെന്റ് 2011 ഇതിനെ ബാൻ ചെയ്യപ്പെടുകയും ഒരു പഠിക്കാൻ വേണ്ടി സമിതി നിശ്ചയിക്കുകയും 2015 ജൂലൈ 29 പ്രവർത്തനാനുമതി കൊടുക്കുകയായി. പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക്. അതോടുകൂടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമായി. 2025 ഫെബ്രുവരി 19, ഏകദേശം ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 5ഓളം മന്ത്രിമാർ പങ്കെടുത്ത ഒരു മെഗാ പ്രോഗ്രാം നടന്നു. 25,000-ലധികം ഡയറക്ട് സെല്ലർമാർ പങ്കെടുത്ത ആ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനത്തുണ്ടായി. നിങ്ങൾ ധൈര്യമായി ചെയ്തോളൂ, സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ ബിസിനസ് അവസരമാണ് ഡയറക്ട് സെല്ലിങ്. അതുപോലെ തന്നെ 170 രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു. 1.8 കോടി യൂത്ത് ഏറ്റെടുക്കാൻ പോകുന്ന ബിസിനസ് അവസരമാണ്. അതുപോലെ തന്നെ 2019 15-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 11-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തൊട്ടു മുന്നിലുള്ള ജപ്പാനെ മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഇന്ത്യ ജനസംഖ്യയിൽ 140 കോടി ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യമാണ്. അവിടെ വരും വർഷങ്ങളിൽ ഫിക്കിയുടെയും KPMGയുടെ ഒക്കെ കണക്ക് പ്രകാരം 40% ആളുകൾ ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. 40% എന്ന് പറഞ്ഞാൽ ജനസംഖ്യ 52 കോടിയായി. അപ്പൊ ഇന്ന് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് 1 കോടി താഴെയാണ്, 88 ലക്ഷം. അതിൽ തന്നെ 55 ലക്ഷം MI ലൈഫാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റെല്ലാ കമ്പനികളും കൂടി 33 ലക്ഷമാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് 88 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി ആവണമെങ്കിൽ 12 ലക്ഷം വേണം. ആ 12-ൽ 1 ലക്ഷം ആളുകൾ നമ്മൾ അസോസിയേറ്റ് ആയിട്ട് വന്നാൽ തന്നെ നമുക്ക് ലക്ഷപ്രഭുക്കളും കോടിമാരൊക്കെ ആവാം. എന്നാലും 51 കോടി അവിടെ ബാലൻസ് ആണ്. ഈ അവസരത്തിലേക്ക് വരാൻ നിൽക്കുന്ന 51 കോടി ആളുകൾ അവിടെ ബാലൻസ് ആണ്. ഇപ്പൊ നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഒരു ആശങ്ക ഉണ്ട്. ഇന്നോടനെ ഞാൻ ഈ ബിസിനസ് അവസരം ഉറപ്പിനോട് പറഞ്ഞപ്പോ അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താ പറയുക, പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെ ആളുകളെ ചേർത്ത് ആളുകൾ തീർന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ആളുകൾ അവിടെ ഉണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ക്വാളിറ്റി പ്രൊഡക്റ്റുള്ള കമ്പനിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് MLM ആണ്, ഇത് റീപർച്ചേസിങ് വീണ്ടും വേണ്ടതാണ്. നമ്മൾ ഒരിക്കൽ ഒരാളോട് പറഞ്ഞിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ ഒരിക്കൽ നമുക്ക് ചെയ്യാം. അയാൾ വീണ്ടും വാങ്ങണമെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. അതുകൊണ്ട് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കമ്പനി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അതുപോലെ തന്നെ ഈസി ഡൂയിങ് ബിസിനസ്, ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള് എന്ന നിലക്ക് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റില്ല? അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇതാർക്കും എവിടെ ഇരുന്നും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് അവസരമാണ്. അതുപോലെ തന്നെ നമ്മളെ കമ്പനി പ്രൂവ് ചെയ്ത ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണോ എന്ന് നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ഇരുമ്പും സ്റ്റീലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാവീർ മെറ്റല്, മഹാവീർ ട്രാവൽസ്, മഹാവീർ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ 7ഓളം അനുബന്ധ കമ്പനികൾ നമ്മുടെ കമ്പനികൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ കിട്ടുമെന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ അറിവ് കിട്ടുമെന്നുള്ളതാണ്. ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന Zoom മീറ്റ്, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക്
അറിവുകൾ കിട്ടുന്ന MI വിജി വേൾഡ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്കുണ്ട്. അതുപോലെ ഓഫ്ലൈൻ ആയിട്ട് GTS സെന്ററുകൾ ഉണ്ട്, FSS ഉണ്ട്, അതുപോലെ RTP ഉണ്ട്, കട്ടിംഗ് എഡ്ജും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോ ഒരാൾക്കും അറിവ് കിട്ടാതിരിക്കുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ അറിവ് കിട്ടാനുള്ള അവസരമുണ്ട്. പിന്നെ സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നമ്മളെ മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഷെയിംഷി ഒക്കെ ഉള്ള ഒരു മാനേജ്മെന്റ് ആണ്. ഇപ്പോഴും നമുക്കൊരു 5ഓളം പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡേഴ്സ് നമുക്ക് കറക്റ്റ് സപ്പോർട്ടായിട്ട് തന്നെ ലീഡർമാരുണ്ട്. കാരണം നമ്മളെ ഇൻകം പ്ലാൻ അങ്ങനെയാണ്. ഇനി ഏതെങ്കിലും ഒരു ലീഡർ കുറച്ച് വീക്ക് ആണെങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ മറ്റൊരു ലീഡർ ഉണ്ട്. അപ്പോൾ ലീഡർമാരുടെ സപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മളെ ഇൻകം പ്ലാൻ തന്നെയാണ്. ഏതൊരാളെയും അട്രാക്ഷൻ ആയിട്ടുള്ള ഇൻകം പ്ലാൻ ആണ്, ഏത് വ്യക്തിയെയും ആകർഷിക്കുന്ന ഒരു ഇൻകം പ്ലാൻ ആണ്. കാരണം നമുക്കറിയാലോ, ഇത് സീറോ ആവുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ ഒരാൾ TC ആയാൽ അയാൾ പിന്നെ താഴത്തേക്ക് വരുന്നില്ല, അയാൾ പിന്നീട് ATC ആവുള്ളൂ. അത് നമ്മളെ ഇൻകം പ്ലാനെ കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തൽക്കാലം ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. പിന്നീട് ഒരു അവസരത്തിൽ കൂടുതൽ പറയാം. ആദ്യമായിട്ടാണ്, അപ്പൊ അതിന്റെ ഒരു വെപ്രാളും വൈബ്രേഷനും ഒക്കെ ഉണ്ടാവും. പിന്നെ ക്ഷമാപണപൂർവ്വം ഞാൻ നിർത്തിയാണ്. ഞാൻ TC റാങ്കിലാണ് ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജഗന്നിയന്താവായ നാഥൻ വലിയ ഉയരങ്ങളിലേക്കൊക്കെ കയറാൻ ഉണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ക്ഷമാപണപൂർവ്വം ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.